ചൈനയിലെ കൾച്ചർ റെവല്യൂഷൻ സമയം. ഒരു കൾച്ചറൽ റെവല്യൂഷൻ എന്നതിനപ്പുറത്തേക്ക് പൊളിറ്റിക്കലായി ഒരുപാട് മാറ്റങ്ങൾ വന്ന സമയം കൂടിയാണത്. അതിൻ്റെ എല്ലാ ആഘാതങ്ങളും ഏൽക്കേണ്ടി വന്ന, ഒരുപാട് നഷ്ടം സംഭവിച്ച ഒരു യങ് ആസ്ട്രോഫിസിസ്റ്റ് അവിടെ ഒരു റേഡിയോ ടെലിസ്കോപ്പ് സെൻറ്ററിൽ ജോലി ചെയ്യേണ്ടി വരുന്നു. തൻ്റെ അനുഭവങ്ങളിൽ നിന്നും തൻ്റെ ചുറ്റുമുള്ള അനുഭവങ്ങളിൽ നിന്നെല്ലാം വലിയ വേദന അനുഭവിക്കേണ്ടി വരുന്ന ആ ഫിസിസിസ്റ്റ് സ്പേസിലേക്ക് ഒരു മറുപടി മെസ്സേജ് അയക്കുന്നു. വെറും നിസ്സാരമെന്ന് തോന്നുന്ന ഒരു ചെറിയ മെസ്സേജ്. പക്ഷേ ആ മെസ്സേജ് പിന്നീട് ഇന്ന് ഈ പ്രസന്റ് കാലഘട്ടത്തിൽ ഭൂമിയുടെ അന്തകനാകാൻ തക്ക വലിപ്പമുള്ള ഒരു വലിയ വില്ലനായി തന്നെ മാറുന്നു. മനുഷ്യനേക്കാൾ 100 ഇരട്ടി ബുദ്ധിയും ശക്തിയുമുള്ള ആ വില്ലനെ, ആ ഒരു വലിയ ഇവന്റിനെ തോൽപ്പിക്കാനായി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ 5 സുഹൃത്തുക്കൾ ഒരുമിക്കേണ്ടി വരുന്നു. ഏറ്റവും സിമ്പിളായി പറയാൻ പറ്റുന്നത് ഇത് തന്നെയാണ്. എന്നാൽ കഥ കൊണ്ട് ഓരോ എപ്പിസോഡിലും വിസ്മയം സൃഷ്ടിക്കുന്ന ഒരു ഗംഭീര സൈഫൈ സീരീസാണ് 3 ബോഡി പ്രോബ്ലം. പ്രത്യേകിച്ച് ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പേരിട്ടിരിക്കുന്ന 5ാമത്തെ എപ്പിസോഡ് കണ്ടിരിക്കുന്ന പ്രേക്ഷകൻ്റെ കിളി പറത്തുന്ന ഒരു ഗംഭീര എപ്പിസോഡാണ് ജഡ്ജ്മെൻറ്റ് ഡേ. ഒരുപക്ഷെ ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് കേട്ടതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായ ഐഡിയയും കഥയുമാണ് ഈ സീരീസിനുള്ളത്. ലിയു സിക്സിൻ എന്ന ചൈനീസ് എഴുത്തുകാരൻ്റെ റിമംബറൻസ് ഓഫ് ദ എർത്ത് പാസ്റ്റ് എന്ന നോവൽ ട്രിലജിയെ ബേസ് ചെയ്താണ് ഈ വെബ് സീരീസ് ഒരുക്കിയിരിക്കുന്നത്. ഈ സൈഫി സീരീസ് നിർമ്മിച്ചിരിക്കുന്നത് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ സൃഷ്ടാക്കളായ WB യേഴ്സും ഡേവിഡ് ബെനിയോഫും ചേർന്നാണ്. ഒരു ഡീപ്പ് ആൻഡ് ഡാർക്ക് സൈഫൈ ആയ ഈ വെബ് സീരീസിൽ സൈഫൈയോടൊപ്പം തന്നെ ജീവിതം, മരണം, സൊസൈറ്റി, നിലനിൽപ്പ് എന്നിങ്ങനെ ആത്യന്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പറ്റിയും സംസാരിച്ചു പോകുന്നുണ്ട്. 8 എപ്പിസോഡുള്ള ഈ വെബ് സീരീസ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. 2ാം സീസൺ അടുത്ത വർഷം റിലീസ് ചെയ്യുന്നുണ്ട്.